അമേരിക്കൻ ഇലക്ഷൻ അതിലേറ്റവും വലിയ ഡിബേറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റാണ്. ഇസ്രായേൽ ഇറാൻ. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, കമലയ്ക്ക് എഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം 2.5% പല സർവേകളിലും. ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന സർവേകളിലും അവർക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ സർവേ, വളരെ നമ്മളെപ്പോലെ കുറച്ചും കൂടി ഓണസ്റ്റ് ആയിട്ടുള്ള സർവേയാണ് അവർ നടത്തുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായി മിഡിൽ ഈസ്റ്റ് ഏഷ്യ, പ്രത്യേകിച്ച് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ ഇഷ്യൂ. റിപ്പബ്ലിക്കൻ പാർട്ടി കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ രീതികളെ തന്നെ വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇറാൻ. 2 പ്രാവശ്യമാണ് അമേരിക്കൻ മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ട്രംപിനെതിരെ അറ്റംപ്റ്റ് നടന്നത്. അതിനോടനുബന്ധിച്ച് ട്രംപ് തന്നെ പല ആവർത്തി പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഇറാനെ നശിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലാതാക്കണം, അത് ഭൂമുഖത്ത് കാണരുത് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലും അതിശക്തമായിട്ട് രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ബൈഡനെതിരെയും കമലയ്ക്കെതിരെയും ഡെമോക്രാറ്റ്സിനെതിരെയും പറയുന്നത്. അവർ പറയുന്നത് ചില പോയിന്റുകളുണ്ട്. എന്തിനാണ് ഷിയ രാജ്യമായ ഇറാനുമായിട്ട് ഡെമോക്രാറ്റ്സ് നേരത്തെ ഒബാമ താല്പര്യം കാണിച്ചു, സാങ്ഷൻ അവർ നേരത്തെ ഇമ്പോസ് ചെയ്ത് സാങ്ഷൻ എടുത്ത് കളഞ്ഞു. രണ്ടാമത് ഷിയ അനുകൂലികളായ ഇറാൻ സപ്പോർട്ട് ചെയ്തുണ്ടാക്കിയെടുത്ത ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളെയും ഈ ലോകത്ത് നിർത്തിയിരുന്നത് ഇറാനായിരുന്നു. അത് അമേരിക്കയ്ക്ക് അറിയാവുന്ന വസ്തുതയായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക താല്പര്യം കാണിച്ചത്? ഷിയ എന്ന് പറഞ്ഞ മിലിറ്റൻ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സുന്നി രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് അമേരിക്ക ആ തന്ത്രം ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഡെമോക്രാറ്റ്സുകൾ ഇതിനെതിരെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അവർ പറയുന്ന ചില പോയിന്റുകളുണ്ട്. ഹൂത്തികളും സൗദി അറേബ്യ, അതേപോലെ ഹൂത്തികളും UAE-യുമായിട്ട് വാറുണ്ടായി, നിങ്ങൾക്കറിയാം, കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് അമേരിക്ക ഇടപെട്ട് അവിടെ എയർ സ്ട്രൈക്ക് നടത്തി ഹൂത്തികളെ തകർത്തില്ല? ചോദ്യമാണ് ഈ സംഭവം. ഇതിന് ഡെമോക്രാറ്റ്സുകൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഉത്തരം കൊടുക്കാത്ത സ്ഥിതിയിലായി. എന്തിനാണ് ഹിസ്ബുള്ള, അതേപോലെ തന്നെ മറ്റ് പല പ്രോക്സികളെ ഇറാൻ വളർത്തിയ സമയത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും ഈ പറയുന്ന രാജ്യങ്ങളായ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ജോർദാനും അമേരിക്കയോട് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, ഇതിനെ നശിപ്പിക്കണം, കാരണം നിങ്ങളും കൂടെ സഹകരിക്കണം. എന്തുകൊണ്ട് അമേരിക്ക സഹകരിച്ചില്ല? ഇത് ഇസ്രായേലും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്ക കൊണ്ടുവരുന്ന ഡിപ്ലോമാറ്റിക് നയത്തിൻ്റെ ഭാഗമായിട്ട് ഷിയ മിലിറ്റൻസി അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇറാനോട് പറഞ്ഞു, ഇതുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി. എന്തുകൊണ്ട് തകർത്തില്ല? അടുത്ത ചോദ്യമാണ്. ഇതിനും ഡെമോക്രാറ്റ്സിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയും സുന്നി കമ്മ്യൂണിറ്റികളും അതിശക്തമായ രീതിയിൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ് ഈ ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പുകളെ നശിപ്പിക്കുക എന്ന് നേരത്തെ പോലെ ഡിമാൻഡായിരുന്നു. അത് അമേരിക്ക പ്രോപ്പറായിട്ട് നടപടിയെടുത്തില്ല. ഇത് ഇസ്രായേലിൻ്റെയും വലിയ ആവശ്യമായിരുന്നു, ഈ മിലിറ്റൻ്റ് ഗ്രൂപ്പുകളെ നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അമേരിക്ക ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും മറ്റുള്ള നാറ്റോ രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്ക ഈ മിലിറ്റൻ്റ് ഗ്രൂപ്പുകളെ കൊണ്ടുവരാൻ കാരണം നിങ്ങളാണെന്ന് തന്നെ പല രാജ്യങ്ങളും പല രീതിയിൽ അമേരിക്ക ഡിപ്ലോമാറ്റിക്കലി പരസ്യമായിട്ടും പറയുകയാണ്. ഇത് അമേരിക്കയുടെ ഇലക്ഷനെ ശരിക്കും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ട്രംപിന് എഡ്ജ് കിട്ടാനുള്ള സാധ്യത, കാരണം നവംബർ 5-നാണ് ഇലക്ഷൻ. അതായത് അമേരിക്കൻ ഇലക്ഷൻ മിഡിൽ ഈസ്റ്റാണ് വലിയ ഇഷ്യൂ ആയി മാറുന്നത്. അമേരിക്കൻ ഇഷ്യൂവിനേക്കാളും മിഡിൽ ഈസ്റ്റ് ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. എന്തിനാണ് ഇറാൻ ഈ പറയുന്ന പ്രോക്സികളെ ഉണ്ടാക്കി അമേരിക്കയുടെ ബന്ധമുള്ള രാജ്യങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചത്? അവർ പറയുന്നുണ്ട് സുന്നി രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമായിരുന്നു, പക്ഷേ ഷിയ മിലിറ്റൻറ്റുകളെ വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ വളർത്തിയെടുത്ത് ഇത്രയും ആൾക്കാരെ കൊലപാതകം ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കൊല്ലപ്പെട്ടു. ആ രാജ്യത്ത്, അതായത് മിഡിൽ ഈസ്റ്റ് മുഴുവനും ടർമോയിലാക്കുവാൻ ഉണ്ടായ കാരണം ഇറാനും ഈ പറയുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പുകളായിരുന്നു. എന്തുകൊണ്ടാണ്? അടുത്ത ചോദ്യമാണ്. ഹിസ്ബുള്ളയെ വളർത്താൻ ഇടവന്നത് ആ ഭാഗത്ത് സിറിയയുമായിട്ട് ചേർന്ന്, സിറിയയുടെ അസാദുമായിട്ട് ചേർന്ന്, യമനിലെ ഹൂത്തികളുമായിട്ട് ചേർന്ന് വളരാനുണ്ടായ സാഹചര്യം എന്തിനാണ് അമേരിക്ക ഉണ്ടാക്കി കൊടുത്തത്?
ഇത് സുന്നി രാജ്യങ്ങളും ചോദിക്കുകയാണ്. ഇപ്പം അമേരിക്ക ഇലക്ഷനിൽ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ഇസ്രായേലും വലിയ ഇഷ്യൂ ആണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് അമേരിക്കയുടെ എന്തൊക്കെ ആയുധങ്ങളുണ്ട് അത് ഇസ്രായേലിന് കൊടുക്കുക, അമേരിക്ക അതേപോലെ തന്നെ ഇറാനെ അടിച്ച് നശിപ്പിക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ പ്രസംഗങ്ങളിലും അവരുടെ ഡിബേറ്റുകളിലൊക്കെ പ്രധാനമായിട്ട് വരുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണ്, ഇറാനെതിരെ ലോകം തിരിയുന്നു, അമേരിക്ക പൂർണ്ണമായിട്ടും തിരിയുകയാണ്. ഇപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഡെമോക്രാറ്റ്സ്, അതായത് ബൈഡൻ ആണെങ്കിലും കമലയാണെങ്കിലും, അത് അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്ന കമലയാണെങ്കിലും പൂർണ്ണമായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് മാറി. ഇതാണ് ഓരോ ഇഷ്യൂ ബേസ്ഡാണ് പല പൊളിറ്റിക്സും ചേഞ്ച് ആവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നാണ് റാപ്പിഡായിട്ട് ചേഞ്ച് ആകുന്നത്. അതിൻ്റെ പ്രധാന ഘടകമായിട്ട് മിഡിൽ ഈസ്റ്റും ഇറാനും ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയും ഇതേപോലെ പ്രോക്സീസോ ഓരോന്നായിട്ടങ്ങ് മാറി. അപ്പോൾ ഇതിനൊക്കെയാണ് അമേരിക്കൻ ഇലക്ഷനും ജനങ്ങൾ പല രീതിയിൽ ചിന്തിച്ച് അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എസ്കലേഷൻ മിഡിൽ ഈസ്റ്റിലുണ്ടായത്. അതുമായി ചേർന്നുള്ള ഡിബേറ്റ് അമേരിക്കയിലും ഗ്ലോബലിലുണ്ടാകുന്നു. നാറ്റോ രാജ്യങ്ങൾ പലരും ഇസ്രായേലിന് അനുകൂലമായിട്ട് പിന്തുണ കൊടുക്കുന്നു. G7 രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അതായത് വരാൻ പോകുന്ന ഇസ്രായേൽ ഇറാൻ വാറിൽ ഈ രാജ്യങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇസ്രായേലിന് അനുകൂലമായിട്ട്. അതിനും കാരണക്കാരാരാണ്? ഈ മരപ്പൊട്ടന്മാരായ ഇറാൻ. അവർക്ക് പോലും മനസ്സിലാകുന്നില്ല അവരുടെ രാജ്യത്തെ അവർ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പോവുകയാണ്. ഇതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്.